Hello, brothers and sisters. Welcome to the set 3 of 2025 CBSE Class 10th Board Examination question paper. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ സെറ്റ് 1ഉം സെറ്റ് 2ഉം ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ടോട്ടൽ 6 സെറ്റ്സ് ആണുള്ളത്. 2 സെറ്റ്സ് കഴിഞ്ഞു. ഇനി 4 സെറ്റ്സും കൂടി ഉണ്ട്. അതിൽ തേർഡ് സെറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷൻ തുടങ്ങാം. സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ക്ലാസ്സിൻ്റെ സെഷൻ്റെ PDF, അതായത് നമ്മൾ ഇവിടെ എഴുതുന്ന PDF ഒക്കെ അല്ലേ, അത് ഞാൻ ഡ്രൈവിലാക്കിയിട്ട് നമ്മുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഡ്രൈവ് ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് CBSEയുടെ സൈറ്റിലേക്കുള്ള. അത് രണ്ടും ക്ലിക്ക് ചെയ്താൽ ഒന്നിൽ നോട്ട്സും ഒന്നിൽ നിങ്ങൾക്ക് ഇതുണ്ട്. ഒന്നിൽ നോട്ട്സും ഒന്നിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉള്ള ലിങ്കാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് tan 3 θ is equal to √3 then θ/2 എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ tan 3 θ ഈസ് ഈക്വൽ ടു √3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ θ/2 എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം tan θ√3 ആവണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്ര? tan തീറ്റ എന്ന് കൊടുക്കണ്ട, tan സം 5 tan 5 √3 ആണെങ്കിൽ 5യുടെ വാല്യൂ എത്ര ആവണം? അത് 60 ഡിഗ്രി ആവണം. അപ്പോൾ നമുക്കറിയാം 3θ 60 ഡിഗ്രി ആയാൽ മാത്രമേ √3 എന്ന് വരുള്ളൂ അതിൻ്റെ വാല്യൂ, അല്ലേ? tan 60 ആണല്ലോ √3. അപ്പോൾ tan 3θ പകരം tan 60 എന്ന് വരണം, അപ്പോഴേ √3 ആവുള്ളൂ. നമുക്ക് എഴുതാം 3θ = 60 ഡിഗ്രി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ θ = 60/3 എന്ന് കിട്ടും. 60/3 എന്ന് പറയുന്നത് എത്ര? 60/3 എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ θ/2 എത്ര? θ/2 എന്ന് പറയുന്നത് എത്ര? 20/2. 20/2 എത്ര വരും? 20/2 10 എന്ന് വരും. സോ സിമ്പിൾ. സോ ആൻസർ വുഡ് ബി 10. ഓക്കെ, സോ θ/2 = D10 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If x is the if x is the LCM of 468 and y is the LCM of 357 and p is the LCM of x and y, which of the following is true? Oh my god. അപ്പോൾ ചെയ്ത് നോക്കാം. ആദ്യം x is the LCM of 468 എന്നാണ് പറയുന്നത്. 468ൻ്റെ LCM നമുക്ക് കണ്ടുപിടിക്കാം. 4 6 8 2 2 3 4 again 2 1 3 2. ഓക്കെ, പിന്നെ ഇത് രണ്ടും പ്രൈം നമ്പേഴ്സ്. അപ്പോൾ വീണ്ടും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 × 1 × 3 1 വേണ്ട, 1 ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ഇൻറ്റു 3 × 2. അപ്പോൾ എത്ര വരും? 2⁻³ × 3, അതായത് 8 × 3 24 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 24 എന്ന് കിട്ടി. വാല്യൂ ഓഫ് x = 24 എന്ന് കിട്ടി. നമുക്ക് വൈയുടെ വാല്യൂ കണ്ടെടുക്കാം. വൈയുടെ വാല്യൂ പറഞ്ഞാൽ 357ൻ്റെ LCM ആണ്. അപ്പോൾ 3ഉം 5ഉം 7ഉം LCM ആണ്. അങ്ങനെയാണെങ്കിൽ 3 പ്രൈം നമ്പേഴ്സ് വന്നിട്ട് അതിൻ്റെ LCM കാണാൻ പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ട്സ് കണ്ടാൽ മതി. മനസ്സിലായി? അതിന് വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഡയറക്റ്റ് അതിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് തന്നെ നമുക്ക് LCM കിട്ടും. അപ്പോൾ 3 × 5 × 7 ദാറ്റ് വുഡ് ബി 15 × 7. 15 × 7 എന്ന് പറഞ്ഞാൽ എത്ര? 105. അപ്പോൾ x ആൻഡ് വൈയുടെ വാല്യൂ കിട്ടി. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് എടുത്ത് ഇവാലുവേറ്റ് ചെയ്തേക്കാം. പി ഈസ് ദ LCM ഓഫ് എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പോൾ പിയും കൂടി കണ്ടുപിടിക്കണം. പി എന്ന് പറഞ്ഞാൽ 24ൻ്റെ 105ൻ്റെയും LCM ആണ്. അപ്പോൾ നമുക്ക് 24ൻ്റെ 105ൻ്റെ LCM കണ്ടുപിടിക്കാം. 24, 105 2 7 വെച്ച് പോകാൻ പറ്റും. ഡയറക്റ്റ് ഇല്ല, 7 വെച്ച് പോകാൻ പറ്റില്ല. 2 12 105 3 വെച്ച് പോകാൻ പറ്റിയായിരുന്നു അല്ലേ നേരെ? അപ്പോൾ നമുക്ക് 3 വെച്ച് കൊടുക്കാം. 4 3 5 വീണ്ടും 2 2 35. ഞാൻ വീണ്ടും ഒരു 7 ചെയ്യാണ്. 2 5. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഫുള്ള് പ്രൈം നമ്പേഴ്സായി. അപ്പോൾ ഈ LCM എത്ര വരും? LCM വുഡ് ബി ഈക്വൽ ടു 2 × 3 × 2 × 7 × 2 × 5. LCM കാണാൻ പിന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യമല്ലേ, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. 2³ × 3 × 7 × 5 ആണ് എന്തിൻ്റെ വാല്യൂ? പിയുടെ വാല്യൂ. അപ്പോൾ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സ് ഇങ്ങനെ 24 എന്നൊക്കെ എഴുതുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കി എഴുതുന്നത് തന്നെയാവും നല്ലത്. അപ്പോൾ x = 24 പകരം 2³ × 3 എന്ന് എഴുതാം. അപ്പോൾ കട്ടാക്കുമ്പോൾ നല്ല സുഖം കിട്ടൂലേ? 2³ × 3. അതുപോലെ തന്നെ വൈനെ നമുക്ക് 3 × 5 × 7 എഴുതാം. 3 × 5 × 7. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് എടുത്ത് എഴുതാം. x = 2³ × 3, x = 2³ × 3, y = 3 × 5 × 7 and p = 2³ × 3 × 7 × 5. ഓക്കെ, നമുക്ക് ഇനി ഓപ്ഷൻസ് എടുത്തൊന്ന് 1 by 1 ആയിട്ട് ഇവാലുവേറ്റ് ചെയ്താക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് കൊണ്ടുവരാൻ അങ്ങോട്ട്. ഓക്കെ, p = 35x എന്നാണ് പറയുന്നത്. p = 35 × x. ശരിയാണോ? പിയുടെ വാല്യൂ 2³ × 7 × 5 × 3. അപ്പോൾ നമുക്കറിയാം 7 × 5 എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്താൽ
35 ആഡ് ചെയ്താൽ നമുക്ക് പി കിട്ടും അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റാ. മനസ്സിലായോ? നമുക്കറിയാം 7 × 5 35. ആ 7 × 5 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ പി X × 35 ചെയ്താൽ നമുക്ക് പി കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ തന്നെ കറക്റ്റാണ്. പിന്നെ ബാക്കി ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഫസ്റ്റ് തന്നെ കറക്റ്റ് ആണെങ്കിൽ. സോ രണ്ടാമത്തെ ആൻസർ വുഡ് ബി ഓപ്ഷൻ എ. Now let's move on to the third question. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ 6x + y = 3k ആൻഡ് 36x + 6y = 3 ഹാവ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം രണ്ട് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. a1x + b1y + c1 = 0 ആൻഡ് a2x + b2y + c2 = 0 എന്ന് പറഞ്ഞ രണ്ട് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് ഇൻഫൈനൈറ്റ്ലി മെനു സൊല്യൂഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താ? ഇൻഫൈനൈറ്റ്ലി മെനു സൊല്യൂഷൻ ആവാനുള്ള കണ്ടീഷൻ നമുക്കറിയാം. a1/a2 = b1/b2 = c1/c2. അതിന് കാരണം എന്താ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടും സെയിം ലൈൻ ആണെന്ന അർത്ഥം. സെയിം ലൈൻ ആയി കഴിഞ്ഞാൽ എന്താ? ഇൻഫൈനൈറ്റ്ലി മെനു സൊല്യൂഷൻസ് ഉണ്ടാവും അതിന്. ഓക്കെ, സെയിം ലൈൻ ആയി കഴിഞ്ഞാൽ മീൻസ് സെയിം ലൈൻ ആയി കഴിഞ്ഞാൽ ആ രണ്ട് ലൈന് കോയിൻസൈഡ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓരോ പോയിന്റ്സും അതിന്റെ സൊല്യൂഷനാണ്. മനസ്സിലായില്ല? അപ്പോൾ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻഫൈനൈറ്റ്ലി മെനു സൊല്യൂഷൻസാ. ഇൻഫൈനൈറ്റ്ലി മെനു പോയിന്റ്സ് ഉണ്ട്, അതുകൊണ്ട് ഇൻഫൈനൈറ്റ്ലി മെനു സൊല്യൂഷൻസ്. മനസ്സിലായില്ലേ? ഓക്കെ, വരച്ച് കാണിച്ചായിരുന്നോ? ഇപ്പൊ രണ്ട് ലൈൻ വരയ്ക്കുക, രണ്ടും സെയിം ലൈൻ ആക്കുക. ഒരു ലൈൻ ഉണ്ട്, ഈ ലൈൻ തന്നെയാണ് മറ്റേ ലൈൻ എന്നുണ്ടെങ്കിൽ ഇതിലെ എല്ലാ പോയിന്റ്സും അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പൊ ഇതിലെ ഓരോ പോയിന്റ്സും അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരും. അതുകൊണ്ടാണ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ a1/a2 = b1/b2 = c1/c2 ആണ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആവാനുള്ള കണ്ടീഷൻ. ഓൾസോ നമുക്കറിയാം യുണീക് സൊല്യൂഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താ? a1/a2 ≠ b1/b2. ഇത് യുണീക് സൊല്യൂഷൻ ആവാനുള്ളതാണ്. ഇനി വേറൊരു കണ്ടീഷൻ ഉള്ളത് പറഞ്ഞാൽ നോ സൊല്യൂഷൻ ആണ്. നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? a1/a2 = b1/b2 ≠ c1/c2. ഇതിന്റെ അർത്ഥം ഇത് പാരലൽ ലൈൻസ് ആണെന്ന് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ യെസ്, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നമ്മുടെ രണ്ട് ഇക്വേഷൻസ് പറയും 6x + y = 3k. 6x + y = 3k എനിക്ക് എങ്ങനെ എഴുതാം? 6x + 3y -3k = 0 എന്ന് എഴുതാം. രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 36x + 6y 36x + 6y -3 = 0 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനു സൊല്യൂഷൻസ് വേണം. അപ്പോൾ എനിക്ക് എഴുതാം, ഇത് 3y അല്ലല്ലോ, ഇത് വെറും y ആണ്. 3y അല്ല, വെറും y ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 എനിക്ക് ഇവിടുന്ന് കളയാൻ പറ്റും. ഓക്കെ, ചില സമയത്ത് ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ കമൻറ്റിൽ. ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയാലോ. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ കമൻറ്റിൽ പറയണം ഷുവറായിട്ടും. ഓക്കെ, അപ്പം ഇനി ഇത് നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. 6/36, അതായത് a1/a2 ഓൾസോ 1/6 b1/b2 ഓൾസോ -3k c1/c2. അപ്പോൾ ഈ മൈനസ് കട്ടായി പോയി. അപ്പോൾ 6/36 എന്ന് പറയുന്നത് 1/6 = 1/6. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ രണ്ട് കണ്ടീഷൻ a1/a2 = b1/b2 ആയി. ഇനി ലാസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 3k/3 ആണ്. ഈ 3k/3 = 1/6 വരണം. അപ്പോൾ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്താൽ മതി. 3k/3 = 1/6. 3 കട്ടായി പോകും. സോ k = 1/6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കെയുടെ വാല്യൂ 1/6 ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കാം. 1 ഉണ്ട്. ഓപ്ഷൻ ബി 1/6. സോ ദാറ്റ്സ് അവർ കറക്റ്റ് ആൻസർ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ p of x = വെയിറ്റ് എടുക്കട്ടെ. ഓക്കെ, p of x = x² - ax - ab എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സീറോസ് ആണ് ആൽഫ ആൻഡ് ബീറ്റ. ദെൻ ദ വാല്യൂ ഓഫ് ആൽഫ + ബീറ്റ + ആൽഫ ബീറ്റ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സീറോസ് ആണെങ്കിൽ സീറോസ് ആണ് നമുക്കറിയാം. ഒരു പോളിനോമിയലിലെ സീറോ തന്നിട്ടുണ്ടെങ്കിൽ സീറോസും അതിന്റെ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c = 0 എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആൻഡ് ഓൾസോ അതിന്റെ സീറോസ് ആൽഫ ആൻഡ് ബീറ്റ എന്നാണെങ്കിൽ നമുക്ക് പറയാം, ആൽഫ ബീറ്റ സീറോസ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ആൽഫ + ബീറ്റ വുഡ് ബി -b/a ആൻഡ് ആൽഫ ബീറ്റ c/a. ഇതാണ് ആ റിലേഷൻസ്. അങ്ങനെയാണെങ്കിൽ x² - ax - bയുടെ ആൽഫ ബീറ്റ സീറോസ് ആണെങ്കിൽ ആൽഫ + ബീറ്റ + ആൽഫ ബീറ്റ എത്രയാണെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്കറിയാം ആൽഫ ബീറ്റ -b/a. നമുക്ക് ഈ ഇതൊന്ന് എടുത്ത് എഴുതാം താഴോട്ട്. ഓക്കെ, x² - ax - b എന്നാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് ആൽഫ പ്ലസ് വർക്കാവുന്നില്ല.
ഓക്കെ, അപ്പോൾ റെഡി. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ ബീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ പ്ലസ് ബീറ്റ വുഡ് ബി മൈനസ് ബി ബൈ എ. ഇവിടെ ബി എന്ന് പറയുന്നത് മൈനസ് എ ആണ്. സോ മൈനസ് ഓഫ് മൈനസ് എ ബൈ എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ 1 ആണ്. ഇത് ശരിയല്ലല്ലോ എഴുതിയത്. മീൻസ് ഫോർ മൈനസ് ഓഫ് മൈനസ് എ. ഓക്കെ, പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സി ബൈ എ. ഇവിടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് മൈനസ് ബി ആണ്. മൈനസ് ബി ബൈ എ എന്താ, എ ഇസ്കൽ അഗൈൻ 1. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എ ഇസ്കൽ ടു പോസിറ്റീവ് എ പ്ലസ് ഇൻറ്റു മൈനസ് ബി ഇസ്കൽ ടു മൈനസ് ബി. എ മൈനസ് ബി വുഡ് ബി ദ കറക്റ്റ് ആൻസർ. നമുക്ക് ഓപ്ഷൻസിൽ ഇത് ഉണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എ പ്ലസ് ബി അല്ല, ഓപ്ഷൻ ബി മൈനസ് എ മൈനസ് ബി അല്ല. സോ ഓപ്ഷൻ സി എ മൈനസ് ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നേരെ നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ത് പറയുന്നു? ഇഫ് എക്സ് ബൈ 12 മൈനസ് 3 ബൈ എക്സ് ഇസിക്കൽ 0 ദെൻ ദ വാല്യൂ ഓഫ് എക്സ് ആണെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം, ഡയറക്റ്റ്ലി ചെയ്ത് നോക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഡയറക്റ്റ് ആയിട്ടിട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അങ്ങനെ സുഖം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഏതായാലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വഴി ചെയ്ത് നോക്കാം. എക്സ് ബൈ 12 മൈനസ് 3 ബൈ എക്സ് ഇസിക്കൽ 0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 36 ബൈ 12 എക്സ് ഇസിക്കൽ 0. 12x is equal to 0. ഇനി ഇത് പുറത്തോട്ട് പോകും. 12x into 0 is equal to 0. So x square minus 36 would be 0. So x square is equal to root of 36. Root of 36 എന്ന് പറയുമ്പോൾ എത്ര? പ്ലസ് ഓർ മൈനസ് 6 ആണ്. കാരണം മൈനസ് 6 സ്ക്വയറും 36 ആണ്, 6 സ്ക്വയറും 36 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് സംതിങ് എഴുതുമ്പോൾ ഓൾവേസ് പ്ലസ് മൈനസ് എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ സോൾവ് ആയി. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സിക്സ്ത് ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. The line represented by x by 4 plus y by 6 is equal to 1 intersect x-axis and y-axis respectively at P and Q. The coordinate of the midpoint of the line segment P and Q are. അപ്പോൾ ഓൾസോ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, അതായത് എക്സ് ബൈ 4 പ്ലസ് വൈ ബൈ 6 is equal to 1 എന്ന് ഇങ്ങനെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലൈൻ നമുക്ക് ഡയറക്റ്റ്ലി പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയാം. അപ്പം ഒരു ഇക്വേഷൻ തന്നു, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസിക്കൽ 1 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത് പ്ലോട്ട് ചെയ്യാൻ എങ്ങനെ വെച്ചാൽ, ഈ എക്സ് ബൈ എ അല്ലേ, എക്സിന്റെ അടിയിൽ വരുന്ന ഇതാണ് നമ്മുടെ എക്സ് ഇന്റർസെപ്റ്റ്, എക്സ് ആക്സിന്റെ ഇന്റർസെപ്റ്റ്. അപ്പോൾ എ കോമ 0 ആൻഡ് വൈൻ്റെ ബി ആണ്. അപ്പോൾ 0 കോമ ബി. ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ മതി. വി വുഡ് ഗെറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ് ബൈ 4 പ്ലസ് വൈ ബൈ 6 നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം? ഞാൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ എക്സ് ബൈ 4 പ്ലസ് വൈ ബൈ 6 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വൈ ബൈ 6 ഈസ് 1. അപ്പോൾ എക്സ് ബൈ 4 എന്ന് പറയുമ്പോൾ 1 2 3 4 0 ആൻഡ് വൈ ബൈ 6 എന്ന് പറയുമ്പോൾ 0 6 1 2 3 4 5 6 0 6. ഇനി ഇത് രണ്ടും കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ആയി ഇൻഫിനിറ്റി വരെ പോകും. അൺടിൽ ആൻഡ് അൺലെസ് സം കോൺസ്റ്റൻസ് ആയി കയറും. ബട്ട് ഇവിടെ കോൺസ്റ്റൻസ് ഒന്നും അതില്ല. അപ്പോൾ ഇൻഫിനിറ്റി വരെ നീണ്ടു പോകും. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചുള്ളത്? പി ആൻഡ് ക്യൂ ആർ ദ കോർഡിനേറ്റ് എക്സ് ആൻഡ് വൈ. എക്സ് ആക്സിസിൽ മുട്ടുന്നത് പി. അപ്പോൾ അതായത് എക്സ് ആക്സിനെ ഇന്റർസെക്റ്റ് ചെയ്യുന്നത് 40 ഇത് പോയിന്റ് പി. ആൻഡ് അപ്പോൾ ഇത് പോയിന്റ് ക്യൂ വൈ ആക്സിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. നമ്മളോട് ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മിഡ് പോയിന്റ് അല്ലേ? മിഡ് പോയിന്റാ. അപ്പോൾ നമുക്കറിയാം മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ സെക്ഷൻ ഫോർമുല വെച്ചിട്ട്, അല്ലെങ്കിൽ മിഡ് പോയിന്റ് ഫോർമുല വെച്ചിട്ട് x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? x1 ഈസ് 4 പ്ലസ് 0 ബൈ 2 0 പ്ലസ് 6 ബൈ 2. അതായത് ദാറ്റ് വി വുഡ് ഗെറ്റ് 4 ബൈ 2 6 ബൈ 2 ദാറ്റ് ഈസ് 2,3. 2,3 ആണ് ഇതിൻ്റെ മിഡ് പോയിന്റ്. സോ നമുക്ക് നമ്മുടെ സിക്സ്ത് ക്വസ്റ്റ്യനും സോൾവ് ആയി. ഓപ്ഷൻ എ തന്നെ 2,3 തന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ എ 2,3 വുഡ് ബി ദ ആൻസർ. Let's go on to the seventh question. എന്താണ് വായ കുഴയുന്നത്? Two of the vertices of triangle PQR are P minus 1,5 and Q 5,2. The coordinates of a point which divides PQ in the ratio 2:1. Okay. Two of the vertices triangle PQR. Okay. PQRന്റെ രണ്ട് vertices P minus 1,5 Q 5,2 തന്നിട്ടുണ്ട്. കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് പി ക്യു ഇൻ ദ റേഷ്യോ 2:1 എന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ പിന്നെ എന്തിനാ ഇവിടെ ട്രയാങ്കിൾ തരേണ്ട ആവശ്യമൊന്നുമില്ലെന്നും, ജസ്റ്റ് കൺഫ്യൂഷൻ ആക്കാൻ തന്നാണ്. ഈ പിയുടെയും ക്യൂവിനെയും 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാം. നമുക്കറിയാം രണ്ട് പോയിന്റ് x1 y1
ആൻഡ് ഒരു പോയിന്റ് എ ഒരു പോയിന്റ് ബി x2 y2 തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ m:n റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് എ ബി സി സി എന്ന് വേണ്ട, നമുക്ക് ഒരു പോയിന്റ് എക്സ് എന്ന് എടുക്കാം. ഇതിനെ m:n റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ലൈൻ കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? nx1 പ്ലസ് mx2 ബൈ m+n കോമ ny1 പ്ലസ് my2 ബൈ m+n എന്ന് ചെയ്യാം. ഇതാണ് ഫോർമുല. അപ്പൊ നമുക്കിവിടെ രണ്ട് തന്നുള്ള പോയിന്റ് -1,5ഉം 5,2ഉം -1,5ഉം 5,2 ആണ് നമുക്ക് തന്നിട്ടുള്ളത് പി ആൻഡ് ക്യൂ. നമുക്ക് കാണേണ്ടത് 2:1. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് ഞാൻ എം എന്ന് എടുക്കാം. മിഡ് പോയിന്റ് അല്ല, ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ഞാൻ പി ക്യൂ ആർ എന്ന് എടുക്കാന്ന്. അപ്പോൾ എന്ത് വരും? 1 × -1 പ്ലസ് 2 × 5. നമ്മൾ നേരെ ഞാൻ ഫോർമുല അപ്ലൈ ആണ്. പ്ലസ് 2 + 1 എന്ന് വരും. കോമ 1 × 5 പ്ലസ് 2 × 5 ബൈ 2 × 5 അല്ല, 1 × 5 പ്ലസ് 2 × 2. 1 × 5 പ്ലസ് 2 × 2 ബൈ 2 + 1 എന്ന് വരും. അതായത് എത്ര വരും? -1 പ്ലസ് 10 ഈസ് -1 + 10 ഈസ് 9/3, 5 + 4 ഈസ് 9/3. സോ ദാറ്റ് വുഡ് ബി 3,3. സോ 3,3 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ 1 3, അല്ല. ഓപ്ഷൻ ബി 5,5 അല്ല. ഓപ്ഷൻ സി 3,3. അതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ 8th ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നമ്മുടെ 8th ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇഫ് ടാൻജൻസ് പി ആൻഡ് പി ബി ആർ ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സർക്കിൾ സെന്റർ O are inclined to each other at an angle of 80 degree as shown in the given figure, then the measure of angle POA എന്താണെന്നാണ് ചോദിച്ചുള്ളത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് പോകാൻ കണ്ടിട്ട് സിമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ട്. ഓഫ് കോഴ്സ് സിമ്പിൾ ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളിവിടെ ആംഗിൾ പി ഒയുടെ മെഷറാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്കറിയാം എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ആ ടാൻജന്റിന്റെ പോയിന്റിൽ നിന്ന് സെന്ററിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ആ സെന്ററിന്റെ ലൈന് ആ ആംഗിളിനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അത് ഞാൻ പ്രൂവ് ചെയ്തുതരാം എങ്ങനെയാന്ന്. അതായത് നമുക്കറിയാം ഇതിപ്പോ നമുക്കിപ്പോ ട്രയാങ്കിൾ പി ഒ ബിയും പി ഒ എ ആയിട്ട് എടുക്കാം. അപ്പൊ നോക്കൂ, ഈ സൈഡ് കോമൺ ആണ്. അപ്പൊ ഈ സൈഡ് ഈക്വൽ പ്ലസ് ഈ സൈഡ് രണ്ടും റേഡിയസ് ആണ്, അതും ഈക്വൽ. പിന്നെ ഈ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് വരയ്ക്കുമ്പോൾ ആ ടാൻജൻസിന്റെ ലെങ്ത് ഈക്വലാ. അപ്പൊ ഈ മൂന്ന് സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ്, SSS കോൺഗ്രുവൻസി ക്രൈറ്റീരിയം വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആവൂലേ? മനസ്സിലായില്ലേ? അപ്പൊ ഈ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 40 ഡിഗ്രി എന്ന് വരും. ആൻഡ് ഓൾസോ ടാൻജൻ റേഡിയസിനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ ഇത് 90 ഡിഗ്രി, ഇത് 40 ഡിഗ്രി, ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ആംഗിൾ പി ഒ എ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ മൂന്ന് ആംഗിൾസിന്റെ സൈഡ് കൂട്ടിയാൽ ഇറ്റ് വുഡ് ബി 180 ഡിഗ്രി എന്ന് കിട്ടണം. അപ്പൊ 90 + 40 + x എന്ന് കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടണം. അപ്പൊ x = 180 - 90 + 40. 90 + 40 എന്ന് പറഞ്ഞാൽ 130. സോ എക്സിന്റെ വാല്യൂ 50 ഡിഗ്രി എന്ന് കിട്ടും. സോ ആംഗിൾ പി ഒ എ വുഡ് ബി = 50 ഡിഗ്രി. ഓക്കെ, അപ്പൊ അത്ര പണിയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. cot θ + tan θ = ഈ ഓപ്ഷനിൽ ഏതാ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാം. sin θ, cos θ, sin θ, sec θ ഒക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. cot θ + tan θ എത്രയെന്നാണ് ചോദിച്ചുള്ളത്. അപ്പൊ നമുക്ക് cot θ cos θ / sin θ എന്ന് എഴുതാം. tan θ sin θ / cos θ എന്ന് എഴുതാം. sin θ / cos θ. അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? cos സ്ക്വയർ θ + sin സ്ക്വയർ θ, cos സ്ക്വയർ θ + sin സ്ക്വയർ θ / sin θ cos θ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര സിമ്പിളായി. നമുക്കറിയാം sin സ്ക്വയർ θ + cos സ്ക്വയർ θ എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ ഓൾറെഡി ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1/sin θ sin θ × cos θ. അപ്പോൾ 1/sin θ എന്ന് പറയുന്നത് cosec θ ആണ്. 1/cos θ എന്ന് പറയുന്നത് sec θ ആണ്. അപ്പോൾ cosec θ × sec θ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, cosec θ × sec θ ആണ്. സോ ഓപ്ഷൻ എ വുഡ് ബി ദ കറക്റ്റ് ആൻസർ. നൗ ലെറ്റ്സ് മൂവ് ടു ദ 10th ക്വസ്റ്റ്യൻ. ഇഫ് ഇൻ ടു ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ DEF ആൻഡ് ട്രയാങ്കിൾ PQR, രണ്ട് ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ DEF, ട്രയാങ്കിൾ DEF. അയ്യോ, 1 മിനിറ്റ്, കോപ്പി ചെയ്തിട്ട് അപ്പുറത്തെടുക്കാം. ട്രയാങ്കിൾ DEF ആൻഡ് ട്രയാങ്കിൾ PQR. DEF PQR.
ഇഫ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ആംഗിൾ ക്യൂ ഈക്വൽ ആണ്, ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ ഈക്വൽ ടു ആംഗിൾ ഇ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വൽ ആയ സ്ഥിതിക്ക് നമുക്ക് ഇത് രണ്ടും എ ക്രൈറ്റീരിയ വെച്ചിട്ട് സിമിലർ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ട്രയാങ്കിൾ ഡി ഇ എഫ് വുഡ് ബി സിമിലർ ടു ട്രയാങ്കിൾ ഡി ഇ എഫ് ആണെങ്കിൽ ക്യു ആർ പി ക്യു ആർ അല്ല, ഇത് പി ആണ്, ഡി അല്ല, പി. സോ ട്രയാങ്കിൾ ഡി എഫ് വുഡ് ബി സിമിലർ ടു ക്യു ആർ പി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡി ഇ ബൈ ക്യു ആർ ഇസിക്കൽ ഡി എഫ് ബൈ പി ക്യു. ഡി ഇ ബൈ ക്യു ആർ ഇസിക്കൽ ടു ഡി എഫ് ബൈ പി ക്യു. ഓക്കെ, അതാ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ശരിയാണ്. നമുക്ക് എഴുതാൻ പറ്റില്ല ഡി ഇ ബൈ ക്യു ആർ ഈക്വൽ ടു ഡി എഫ് ബൈ ക്യൂ, പിന്നെ പി ക്യൂ എന്ന് എഴുതാലോ. ഓക്കെ, നമുക്കിത് കിട്ടും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നാണ്. അപ്പോൾ അതല്ല ആൻസർ, അത് ട്രൂ ആണ്. ഇ എഫ് ബൈ പി ആർ ഈസ് ഈക്വൽ ടു ഡി എഫ് ബൈ പി ക്യു. ഇ എഫ് ബൈ പി ആർ ഈസ് ഈക്വൽ ടു ഡി എഫ് ബൈ പി ക്യു, അതും ശരിയാണ്. ഇ എഫ് ബൈ ആർ പി ഈസ് ഈക്വൽ ടു ഡി ഇ ബൈ ക്യു ആർ, അതും ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് തെറ്റായ ആൻസർ. നമുക്ക് മനസ്സിലായത്. നമുക്ക് ജസ്റ്റ് കറസ്പോണ്ടിങ് നോക്കുമ്പോൾ ഇതിൽ ഏതാ ശരിയാവാത്തെന്ന് നോക്കിയാൽ സോ ഓപ്ഷൻ ഡി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഈ ട്രയാങ്കിൾ ഡി എഫ് സിമിലർ ടു ട്രയാങ്കിൾ ക്യു ആർ പി എന്നുള്ള കണ്ടീഷനെ ഓപ്ഷൻ ഡി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ 11th ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ദ മെഷർമെന്റ് ഓഫ് ട്രയാങ്കിൾ LMN ആൻഡ് ട്രയാങ്കിൾ ABC ആർ ഷോൺ ഇൻ ദ ഗിവൺ ഫിഗർ ബിലോ. ലെങ്ത് ഓഫ് സൈഡ് AC എന്നാണ് ചോദിച്ചുള്ളത്. ഓക്കെ, ലെങ്ത് ഓഫ് സൈഡ് AC കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഗർ രണ്ടും നോക്കി നോക്കാം, LMN ഉം ABC. ഓക്കെ, അപ്പോൾ ഇവിടെ 130 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇത് 28 ഡിഗ്രിയാണ്, ഇത് 22 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കറിയാം 130 പ്ലസ് 28 158 ആണ്. 158 ഇപ്പോൾ 22 ഡിഗ്രി കൂട്ടിയാലാണ് 180 കിട്ടുക. നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ ആംഗിൾസ് പ്രോപ്പർട്ടി വെച്ചിട്ട് 3 സൈഡിനെ സമം 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 22 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 130 ഡിഗ്രി, ഇവിടെ 130 ഡിഗ്രി, ഇവിടെ 22 ഡിഗ്രി, ഇവിടെ 22 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എ ക്രൈറ്റീരിയ വെച്ചിട്ട് ട്രയാങ്കിൾ LMN ഉം ട്രയാങ്കിൾ ABC സിമിലർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അത് എഴുതാം. ട്രയാങ്കിൾ LMN സിമിലർ ടു ട്രയാങ്കിൾ ABC. മനസ്സിലായില്ലേ? അതായത് ഇവിടെ 22 ഡിഗ്രിന്നേ തന്നുള്ളൂ, ഇവിടെ 28 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 28 ആണെങ്കിൽ ഇവിടെ ഓഫ് കോഴ്സ് 22 ആവണം. ആംഗിൾസ് പ്രോപ്പർട്ടി വെച്ചിട്ട് 180 കിട്ടണമെങ്കിൽ. അപ്പോൾ 3 ആംഗിൾസ് ഈക്വൽ, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ആംഗിൾ ഈക്വൽ ആയാൽ തന്നെ സിമിലാരിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് 2 സിമിലറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് സൈഡ് AC എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ തന്ന സ്ഥിതിക്ക് LM ബൈ AB, അതായത് 45/5 കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോസ് വുഡ് ബി ഈക്വൽ. LM ബൈ AB വുഡ് ബി ഈക്വൽ ടു AC ബൈ, ഏത് നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് AC അല്ല, അപ്പോൾ AC ബൈ LCയുടെ വാല്യൂ LN AC ബൈ LNന്റെ വാല്യൂ 72 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. അയ്യോ, എന്താ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. LM ബൈ AB LN ബൈ AC എന്ന് കൊടുക്കണ്ട, തിരിച്ചാണ്, സോറി. LN ബൈ AC എന്ന് കൊടുക്കണം. അപ്പോൾ ഇത് 5 9, സോ AC വുഡ് ബി ഈക്വൽ ടു 72/9. 72/9 നമുക്ക് പറയാം 8 സെന്റിമീറ്റർ എന്ന് കിട്ടും. So that answer is option A 16, B 7, option C 8 option B 8, option C 8 centimeter. Now let's move on to the 12th question. If the volume of two cubes are in the ratio 8:125, then the ratio of their surface area എന്നാണ് ചോദിച്ചുള്ളത്. ഓക്കെ, രണ്ട് വോളിയം ഓഫ് ക്യൂബ്സിന്റെ, നമുക്ക് പറയാം വോളിയം ഓഫ് എ ക്യൂബിന്റെ ഇക്വേഷൻ സൈഡ് എ ഉള്ള ഒരു ക്യൂബിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ A ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ അസ്യൂം ചെയ്യാണ് രണ്ട് ക്യൂബ്സ് ഉണ്ട്, A1 A2 സൈഡ്സ് ഉള്ള. അത് ഇതിന്റെ വോളിയം A1, ഇതിന്റെ വോളിയം V1, രണ്ടാമത്തേന്റെ V2 എന്ന് അസ്യൂം ചെയ്യാം. അപ്പം എനിക്ക് V1/V2 എത്രയെന്ന് കിട്ടും? V1/V2 ഈസ് ഈക്വൽ ടു A1 ക്യൂബ് ബൈ A2 ക്യൂബ് എന്ന് കിട്ടൂലേ? ഓക്കെ, A1 ക്യൂബ് ബൈ A2 ക്യൂബ് ആണ് ഇതിന്റെ റേഷ്യോ എന്ന് കിട്ടുക. അത് ഇവിടെ തന്നിട്ടുള്ളത് 8/125 ആണ് തന്നിട്ടുള്ളത്. 8:125 എന്ന് പറഞ്ഞാൽ 8/125. അങ്ങനെയാണെങ്കിൽ A1/A2 നമുക്ക് കണ്ടുപിടിക്കാം. A1/A2 ഈസ് ഈക്വൽ ടു 8/125ന്റെ ക്യൂബ് റൂട്ട്. നമുക്കറിയാം 8/1/3 ബൈ 125/125 അപ്പോൾ 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്, കാരണം 2 ക്യൂബ് ആണ് 8. ഓൾസോ 25ന്റെ എന്താ, 25ന്റെ എന്താ 5 ക്യൂബ് ആണ് 125. സോ 2/5 എന്ന് കിട്ടും. A1/A2 2/5 എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ ശരിക്കും കണ്ടുപിടിക്കാനുള്ള എന്താ, റേഷ്യോ ഓഫ് ദർ സർഫസ് ഏരിയ. അപ്പൊ A1/A2 25 എന്ന് കിട്ടി. നമുക്കറിയാം സർഫസ് ഏരിയന്റെ ഫോർമുല എന്താ, ക്യൂബിന്റെ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് ഈസ് ഈക്വൽ ടു 6a² എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ SA1/SA2 എന്ന് പറയുന്നത് എത്ര വരും? 6a1² ബൈ 6a2² എന്ന് വരും.
അപ്പോൾ 6 ക്യാൻസൽ ആയി പോകും. A1 സ്ക്വയർ/A2 സ്ക്വയറിന് എനിക്ക് ടോട്ടലി A1/A2 എഴുതാൻ പറ്റും. അപ്പോൾ A1/A2 നമുക്കറിയാം 2/5 ആണ്. അങ്ങനെയാണെങ്കിൽ 2/5ന്റെ സ്ക്വയർ എന്താ? 2/5ന്റെ സ്ക്വയർ 2² / 5². ഇവിടെ സ്ഥലമെല്ലാം നമുക്ക് അപ്പുറത്ത് എഴുതാം. 2/5ന്റെ ഹോൾ സ്ക്വയർ 2² / 5², ദാറ്റ് വുഡ് ബി ഈക്വൽ ടു 4/25 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 4/25 ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. 8 ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ 4:25. സോ ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. Now let's move on to the 13th question. 13th question എന്ന് പറയുന്നു, if the area of circle of radius 36 cm is 54 pi cm square, then the length of the corresponding arc of the sector. ഓക്കെ, ഒരു സർക്കിളിന്റെ ഓഫ് റേഡിയസ് 36 സെന്റിമീറ്റർ ഇസ് ഏരിയ ഓഫ് എ സെക്ടർ എന്ന് പറയുന്നത് എന്താ? സെൻറ്റർ ആണെങ്കിൽ ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു പീസാക്കി എടുക്കുന്നതിനാണ്. ഇതാണ് ഒരു സെക്ടർ. ഈ സെക്ടറിന്റെ ഏരിയ സെക്ടറിന്റെ ഏരിയ 54 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ദ ലെങ്ത് ഓഫ് ദ കറസ്പോണ്ടിങ് ആർക്ക് ഓഫ് ദ സെക്ടർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് എത്ര എന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഏരിയ ഓഫ് എ സെക്ടർ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ഏരിയ ഓഫ് എ സെക്ടർ എന്ന് പറയുന്നത് തീറ്റ, സെൻട്രൽ ആംഗിൾ തീറ്റ ആണെങ്കിൽ, ഇത് തീറ്റ ആണെങ്കിൽ θ/360 ഇൻറ്റു πr² ആണ്. ഇതാണ് ഏരിയ ഓഫ് സെക്ടർ. ഇതെങ്ങനെ വന്നത് അറിയില്ലേ? നമുക്കറിയാം ടോട്ടൽ സർക്കിൾ, ഒരു ഫുൾ സർക്കിൾ എടുക്കണമെങ്കിൽ 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിക്ക് πr² ആണ്. അപ്പോൾ 1 ഡിഗ്രിക്ക് πr²/360. മനസ്സിലായില്ലേ? πr²/360. അങ്ങനെ ഒരു തീറ്റ ഡിഗ്രിക്ക് എന്താ ഇൻറ്റു തീറ്റ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് ഇത് ഏരിയ θ/360 ഇൻറ്റു πr. ഇതിന്റെ മുമ്പ് ഈ ക്വസ്റ്റ്യൻ പലവട്ടം വന്നപ്പോഴും ഓരോ പാർട്ടിൽ നമ്മൾ ഈ എക്സ്പ്ലനേഷൻ നമ്മൾ തന്നതാണ്. ഏരിയ ഓഫ് സെക്ടർ പറഞ്ഞാൽ θ/360 ഇൻറ്റു πr² ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത്, ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ആർക്ക് കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് ആർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. ലെങ്ത് ഓഫ് ആർക്ക് ഈസ് ഈക്വൽ ടു, ഈ സെയിം എക്സ്പ്ലനേഷൻ വെച്ചിട്ട് പറയാൻ θ/360 ഇൻറ്റു 2πr എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആർ ഓൾറെഡി തന്നിട്ട് തീറ്റ കണ്ടുപിടിച്ചാൽ മതി. ഏരിയ ഓഫ് സെക്ടർ നമുക്ക് തന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിന്ന് തീറ്റ കണ്ടുപിടിക്കാം. ഏരിയ 54 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് വുഡ് ബി ഈക്വൽ ടു θ/360 ഇൻറ്റു πr². ആറ് നമുക്ക് ഓൾറെഡി തന്നതാണ്. ആറ് എത്ര തന്നുള്ളത്? 36 തന്നിട്ടുണ്ട്. r² 36 ഇൻറ്റു 36 എന്ന് വരും. ഇത് കട്ട് ചെയ്ത് കളയാം. 10 പൈ കട്ടായി പോകും. സോ തീറ്റ വുഡ് ബി ഈക്വൽ ടു 54 ഇൻറ്റു 10/36. 54ഉം 36ഉം രണ്ടും 9ന്റെ മൾട്ടിപ്പിൾസാ. 6/9, 60/9, 36 തെറ്റൊന്നുമില്ലല്ലോ. 10 54 ഇൻറ്റു 10/36. ഓക്കെ, 60/9 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ തീറ്റ 60/9 എന്ന് കിട്ടി. ഇനി ലെങ്ത് ഓഫ് ആർക്ക് കണ്ടുപിടിച്ചാൽ മതി. തീറ്റ 60/9 എന്ന് കിട്ടി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 60/9 ഇൻറ്റു 360 ഇൻറ്റു 2 ഇൻറ്റു പൈ ഇൻറ്റു r ഇസ് 36. ഇത് വീണ്ടും കട്ട് ചെയ്ത് കളയാം. 10 6/9 ഇൻറ്റു 2 ഇൻറ്റു പൈ, അതായത് 12π/9. എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്, എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ വരില്ല. 54 പൈ സെന്റിമീറ്റർ സ്ക്വയർ കറസ്പോണ്ടിങ് ലെങ്ത് ഓഫ് ആർക്ക് θ/360 ഇൻറ്റു 2πr. ഇവിടെയോ തെറ്റിയിട്ടുണ്ട്. 10 എവിടെ തെറ്റിയേ? 54 പൈ θ/360 10 തീറ്റ 60/9 കിട്ടി. അപ്പോൾ 60/9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 6 ഇൻറ്റു 2 12/9 ഇൻറ്റു പൈ. എവിടെ തെറ്റിയേ? മനസ്സിലാവുന്നില്ലല്ലോ. എവിടെ പോയി തെറ്റിയത്? θ/360 ഇൻറ്റു πr². ഏരിയ ഓഫ് സെക്ടർ 54 പൈ എന്ന് ഇക്വേറ്റ് ചെയ്തു. θ/360 കട്ടായി പോയി. 10 പൈ കട്ടായി. 54 ഇൻറ്റു 10/36 എന്ന് എഴുതാം. ഇവിടെയാണ് തെറ്റിയത്. ഇത് 9 നമ്മൾ 6ന്റെ എടുക്കുമ്പോൾ 6/9 എന്നാണോ? എന്തൊരു പൊട്ടനാണ് ഞാൻ. 6/9 എന്നാണ് കൊടുത്തിരുന്നത്. 54 6നെ കൊണ്ട് 9, അതുപോലെ തന്നെ 36ന് 6. അപ്പോൾ 90/6 എന്നാണ് വരിക. തീറ്റ 90/6 എന്ന് കിട്ടി. ഇനി ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഓക്കെ. അപ്പോൾ ഇത് റബ്ബ് ചെയ്താലേ. ഓക്കെ. 90/6 ഇൻറ്റു 360 ഇൻറ്റു 2πr എന്ന് കിട്ടി. 636. സോ ഇത് കട്ടായി പോയി. 10 കറക്റ്റായില്ലേ? 18/6π. സോ ആൻസർ വുഡ് ബി 3π. ഇപ്പോൾ 3π സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. സോ ആൻസർ വുഡ് ബി 3π സെൻറ്റിമീറ്റർ. കുറച്ച് നേരം എടുത്തു തെറ്റിയത്. ഓക്കെ, കുഴപ്പമില്ല. 3π സെൻറ്റിമീറ്റർ ഇസ് ദ കറക്റ്റ് ആൻസർ. 13th ക്വസ്റ്റ്യൻ ആൻസർ 3π സെൻറ്റിമീറ്റർ. സോ ഇതുപോലത്തെ മിസ്റ്റേക്സ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ടൈം പോവല്ലെങ്കിൽ. ഓപ്ഷൻ നമ്പർ അല്ല, ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്ക് കടക്കാം. A die is thrown once, the probability of getting a number which is not a factor of 36. 36ന്റെ ഫാക്ടർ അല്ലാത്ത ഒരു നമ്പർ കിട്ടാനാണ് ഉള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. 36ന്റെ ഫാക്ടർ ആവരുത്. ഓക്കെ, അപ്പോൾ 36ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ നമുക്കറിയാം. 2 ഫാക്ടറാണ്. ഡൈസിലുള്ള നമ്പർ ഏതാ? 1 2 3 4 5 6. അതിൽ 1 36ന്റെ ഫാക്ടറാ, 2 36 1 എല്ലാത്തിൻ്റെ ഫാക്ടറാണല്ലോ. 1 36ന്റെ ഫാക്ടറാ, 2 36ന്റെ ഫാക്ടറാ, 3 36ന്റെ ഫാക്ടറാ, 4 36ന്റെ ഫാക്ടറാ, 5 36ന്റെ ഫാക്ടർ അല്ല, 6 36ന്റെ ഫാക്ടറാ. അപ്പോൾ 36ന്റെ ഫാക്ടർ അല്ലാത്തത് 5 മാത്രമാണ്. അപ്പോൾ നമ്പർ ഓഫ് ഫേവർ ഔട്ട്കംസ് എന്ന് പറയുന്നത് 1 ഉള്ളൂ, 1 ഉള്ളൂ, 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 6. 1/6 would be the answer. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ 14th. Now let's move on to the 15th question. If the mean of 2, 9, x plus 6, 2x plus 3, 5, 10, 5 is 7, then the value of x. ഓക്കെ, അപ്പോൾ ഇത്രയത്തിൻ്റെ മീൻ 7 ആണെന്ന് പറയുന്നത്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 ടേംസിൻ്റെ. അപ്പോൾ മീനിൻ്റെ ഫോർമുല എന്താ? സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ്. സം ഓഫ് ടേംസ് പറയുമ്പോൾ 2 + 9 + x + 6 + 2x + 3 + 5 + 10 + 5 by total number of terms എത്ര? 1 2 3 4 5 6 7 ടേംസ് ഈസ് ഈക്വൽ ടു 7. ഇനി ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. ആദ്യം നമുക്ക് ആഡ് ചെയ്യാം. 2 + 9 is 11, 11 + 6 is 17, 17 + 3 is 20, 20 + 5 is 25, 25 + 10 is 35, 35 + 5 is 40, 40 + x + 2x is equal to 3x is equal to 7 into 7 is 49. So 3x is equal to 49 minus 40. 49 minus 40 എന്ന് പറയുന്നത് 9. So 3x is equal to 9. So the value of x would 3x is equal to 9. So value of x will be equal to 9/3, that is 3. So x-ന്റെ വാല്യൂ 3 എന്ന് കിട്ടി. പേടിച്ചു പോയി. എം ബിയും സിയും കണ്ടപ്പോൾ ഓപ്ഷൻ അല്ലായിരുന്നു വിചാരിച്ചു. ഓപ്ഷൻ ഡി 3. Now let's move on to the 16th question. Question എന്ന് പറയുന്നു, AOBC is a rectangle whose 3 vertices are A 0,2, O 0,0, B 4,0. The square of the length of its diagonal is equal to. സ്ക്വയർ ഓഫ് ലെങ്ത് ഓഫ് ഡയഗണൽ ആവശ്യിക്കണം. അപ്പോൾ നമുക്ക് AOBC വരയ്ക്കാം ആദ്യം. AOBC A എന്ന് പറയുന്നത് 0,2, B എന്ന് പറയുന്നത് 40, O എന്ന് പറയുന്നത് 00. സ്ക്വയർ ഓഫ് ദ ലെങ്ത് ഓഫ് ഡയഗണൽ. അപ്പോൾ ഇതല്ലേ ഡയഗണലിൻ്റെ ലെങ്ത്. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ ഇതല്ലേ ഡയഗണൽ. നമുക്കറിയാം ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? നമുക്കറിയാം x1 മൈനസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ AB ഒന്നും ചെയ്യുന്നുണ്ട്. AB is equal to, നമുക്കറിയാം ഒരു പോയിന്റ് x1, രണ്ടാമത്തെ പോയിന്റ് x2 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ x1 y1 ആൻഡ് x2 y2 എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് A, B തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ എന്താ? A, Bന്റെ രണ്ട് പോയിന്റ്സ് x2 എന്ന് പറയുന്നത് 4 - 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 - 2 ദ ഹോൾ സ്ക്വയർ. ഇത് തിരിച്ചിട്ടാലും കുറച്ചില്ല. അതായത് 0 - 4 എന്ന് എഴുതിയാലും 4 - 0 എന്ന് എഴുതിയാലും സ്ക്വയർ ആയതുകൊണ്ട് അവസാനം സെയിം ആൻസർ തന്നെ വരുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. 4 - 0 സ്ക്വയർ 16 പ്ലസ് 2 സ്ക്വയർ 4 √20. √20 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? √5 × 4 എന്ന് എഴുതാം. സോ 4ന്റെ √2, സോ 2√5 എന്ന് എഴുതാം. സോ 2√5 ആണ് നമ്മുടെ ഡയഗണലിന് കിട്ടി. ബട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള സ്ക്വയർ ഓഫ് ഡയഗണലാണ്. അപ്പോൾ AB സ്ക്വയർ വുഡ് ബി ഈക്വൽ ടു 2√5 ദ ഹോൾ സ്ക്വയർ. 2√5 ദ ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം? 2 സ്ക്വയർ ഇൻറ്റു √5 ദ ഹോൾ സ്ക്വയർ. 2 സ്ക്വയർ ഈസ് 4 ആൻഡ് √5ന്റെ സ്ക്വയർ ഈസ് 5. 4 × 5 ഈക്വൽ ടു 20. സോ ഡയഗണലിൻ്റെ സ്ക്വയറിൻ്റെ ലെങ്ത് 20 എന്ന് കിട്ടി. ഓപ്ഷൻസിലുണ്ടോ? 36. ഓപ്ഷൻ ബി 20. സോ ഓപ്ഷൻ ബി 20 വുഡ് ബി ദ കറക്റ്റ് ആൻസർ. അപ്പോൾ അതും കിട്ടി. നമുക്ക് ഓപ്ഷൻ അല്ല, വീണ്ടും ഓപ്ഷൻ എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം.
zeros of the polynomial p of x is equal to p of x is equal to x square minus 3√2x plus 4 എന്നാണ് പറഞ്ഞുള്ളത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമുക്ക് സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം വെച്ച് നോക്കാം. എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ 4 കിട്ടണം, എ പ്ലസ് ബി ചെയ്യുമ്പോൾ -3√2 കിട്ടണം. ഇതൊരു ടിപ്പിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. കുറേ ഗൈഡ്സിലും കുറേ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. എക്സ് സ്ക്വയർ -3√2 എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ 4 കിട്ടണമെങ്കിൽ എൻ്റെ എ പ്ലസ് ബി ചെയ്യുമ്പോൾ -3√2 കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് യൂസ് ചെയ്യാൻ അറിയാം? എനിക്ക് -2√2 -√2 ഇത് രണ്ടും എയും ബി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നോക്കി -2√2 പ്ലസ് -√2 -3√2 കിട്ടും. -2√2 ഇൻറ്റു -√2 ചെയ്യുമ്പോൾ മൈനസ് മൈനസ് പോസിറ്റീവ് ആവും, ആൻഡ് √2 ഇൻറ്റു √2 ആവും. സോ 2 ഇൻറ്റു 2 4 ആവും. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയല്ലോ. നമുക്ക് -2√2 -√2 പ്ലസ് 4 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. എക്സ് കോമൺ എടുക്കാം, എക്സ് -2√2. അടുത്തതിൽ -√2 കോമൺ എടുക്കാം, എക്സ് -2√2 അവിടെ വരും. സോ ഇനി എക്സ് -2√2 ഹോളായിട്ട് കോമൺ എടുക്കാം, എക്സ് -2√2 ഇൻറ്റു എക്സ് -2√2. അപ്പോൾ ഇതിൻ്റെ 0 കണ്ടുപിടിക്കുമ്പോൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എയ്തർ എക്സ് -2√2 0 ആവണം, അല്ലെങ്കിൽ എക്സ് -√2 0 ആവണം. സോ എക്സ് -2√2 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു √2 ഓർ എക്സ് ഈക്വൽ ടു √2. So 2√2 and √2 are the zeros of the polynomial. So 2√2 and √2 option B. Option B is the correct answer. Now let's move on to the 18th question. 18th question എന്താ പറയുന്നത്? In the given figure, triangle ABC, AD perpendicular BC and B angle BAC ഇത് ചെറുതായിട്ടാണ് കാണുന്നത്, അല്ലല്ലോ? വേണമെങ്കിൽ ഒന്ന് വലുതാക്കാം. ഓക്കെ. In the given figure, in triangle ABC, AD perpendicular to BC and angle BAC is equal to 90 degree. If BC is equal to 16 centimeter and DC is equal to 4 centimeter, then the value of x. Okay. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് എക്സ് കാണണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, വാല്യൂ ഓഫ് എക്സ് കാണണമെങ്കിൽ അയ്യോ വന്നില്ല. നമുക്ക് ഒന്നുകൂടി എടുക്കാം. എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാം. ഓക്കെ, ഇതിൽ എന്ന് പറഞ്ഞ പോയിന്റ് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഓക്കെ, അല്ല എക്സ് കാണണം. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ? ആൻഡ് ഓൾസോ ട്രയാങ്കിൾ ബി എ സിക്ക് ആൻഡ് എ ഡി സിക്ക് ഈ ആംഗിൾ കോമൺ ആണ്. അപ്പോൾ എനിക്ക് ഞാനിത് രണ്ടും ഒന്ന് വരയ്ക്കട്ടെ. ട്രയാങ്കിൾ ബി എ സിയും ട്രയാങ്കിൾ എ ഡി സിയും ഒന്ന് വരയ്ക്കാം. ട്രയാങ്കിൾ ബി എ സി വരയ്ക്കട്ടെ. ട്രയാങ്കിൾ ബി എ സി, BAC and triangle ADC. ADC. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും 90 ഡിഗ്രിയാണ്. എ ഡി സിയും ബി എ സിയും 90 ഡിഗ്രിയാണ്. ആൻഡ് ഓൾസോ ഈ ആംഗിൾ വേറെ ഏതാ കോമൺ ആംഗിൾ ഏതാ? ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ഡി. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ആംഗിൾ ഈക്വൽ ആയ സ്ഥിതിക്ക് ഇത് രണ്ടും നമുക്ക് ഇതെന്ന് പറഞ്ഞൂടെ, സിമിലർ ആണെന്ന് പറഞ്ഞൂടെ എ ക്രൈറ്റീരിയ വെച്ചിട്ട്. അപ്പോൾ ഡി സി 4 ആണ്. ആൻഡ് ഓൾസോ എ സി എത്ര? എ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എക്സ്. ബി എ എത്ര? ബി എ നമുക്കറിയില്ല. പിന്നെ എന്താ അറിയാം? ബി ഡി അറിയാം, ബി ഡി ആവശ്യമില്ല. ഡി സി 4 ആണെന്ന് അറിയാം. അപ്പോൾ ഇതിലെന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ബി സി 16 സെൻറ്റിമീറ്റർ ടോട്ടൽ തന്നിട്ടുണ്ട്. ബി സി 16 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് സിമിലർ ആയ സ്ഥിതിക്ക് നമുക്ക് കറസ്പോണ്ടിങ് സൈഡ്സ് റേഷ്യോ ഈക്വൽ ആകും. അപ്പോൾ ബി സി ബൈ എ സി, അതായത് 16/x വുഡ് ബി ഈക്വൽ ടു എ സി ബൈ ഡി സി. നമുക്കറിയാം, കാരണം ട്രയാങ്കിൾ ബി എ സി സിമിലർ ടു ട്രയാങ്കിൾ എ ഡി സി. അപ്പോൾ ബി സി ബൈ എ സി വുഡ് ബി ഈക്വൽ ടു എ സി ബൈ ഡി സി. അപ്പോൾ എ സി ബൈ ഡി സി എന്ന് പറയുന്നത് x/4. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 4. ഇനി ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു √16 ഇൻറ്റു 4. √16 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ √16 ഇൻറ്റു √4. 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് 8. ഓക്കെ, സോ വാല്യൂ ഓഫ് എക്സ് ഈസ് 8. 8 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ സി 8. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 19th ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓക്കെ 90th ക്വസ്റ്റ്യൻ അസേർഷൻ ആൻഡ് റീസൺ ആണ്. വായിച്ചു നോക്കാം. ലാഡർ ലീനിങ് അഗേൻസ്റ്റ് എ വാൾ സ്റ്റാൻഡ്സ് അറ്റ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 6 സെന്റിമീറ്റർ ഫ്രം ദ വാൾ. ഒരു ലാഡർ ലീൻ ചെയ്യുന്നുണ്ട് വാളിലേക്ക്. ഇവിടെ ഒരു വാൾ ഉണ്ട്, എന്നിട്ട് ഇതിലേക്ക് ഒരു ലാഡർ ഇങ്ങനെ ലീൻ ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡ്സ് അറ്റ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 6 സെന്റിമീറ്റർ ഫ്രം ദ വാൾ. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് 6 മീറ്റർ ആണ്. ഇത് ഹൈറ്റ് ഓഫ് ദ വാൾ, ഈ വാളിന്റെ ഹൈറ്റ് 8 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ലെങ്ത് ഓഫ് ലാഡർ എത്രയാണെന്ന് വെച്ചിട്ട് അപ്പോൾ നമുക്ക് പൈത്തഗോറസ് തിയറം വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാം. റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ, 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ, 64 പ്ലസ് 36 100. റൂട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ 10 മീറ്റർ തന്നെയാണ്. ലെങ്ത് ഓഫ് ലാഡർ 10 മീറ്റർ ആണ്. സോ ഓപ്ഷൻ അല്ല, അസേർഷൻ കറക്റ്റ് ആണ്. റീസൺ വായിച്ച് നോക്കാം. ലാഡർ മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ദ ഗ്രൗണ്ട്. ഇപ്പോൾ ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ്. അതല്ല ആംഗിൾ ലാഡർ ഗ്രൗണ്ടിനായിട്ട് മീറ്റ് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് 8/6, 8/6 എന്ന് പറയുന്നത് 4/3 ആണ്. ടാൻ തീറ്റ 4/3 ആണ്. അപ്പോൾ ടാൻ തീറ്റ 4/3 വരണമെങ്കിൽ തീറ്റ 60 ആവും. അല്ല, ടാൻ 60 √3 ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ റീസൺ തെറ്റാണ്. സോ വി ക്യാൻ സേ assertion is true but the reason is false. Okay, so let's move to the 20th question. If the question വായിക്കാം. If two tangents are drawn to a circle from an external point, then they subtend equal angle at the center of the circle. If two tangents are drawn from a circle to an external point, they subtend equal angle at the center of the circle. യെസ്, ഇത് നമ്മൾ നേരത്തെ ചെയ്തതല്ലേ. ഒരു സർക്കിൾ വരച്ചു, ഒരു എക്സ്റ്റേണൽ പോയിന്റ് പിന്ന് 2 ടാൻജന്റ് വരച്ചു. 2 ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇത് സെൻറ്ററിൽ സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ, അതായത് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തില്ലേ. ഇത് ഈ സൈഡ് ഈക്വൽ ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് രണ്ടും കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് കോൺഗ്രുവൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആംഗിൾസും ഈക്വൽ ആവും. സോ ദിസ് വുഡ് ബി ഈക്വൽ ടു ദിസ്. സോ അസേർഷൻ ഇസ് ട്രൂ. ഇനി നമുക്ക് നമ്മുടെ റീസൺ വായിച്ചു നോക്കാം. എ പാരലലോഗ്രാം സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ ഇസ് എ റോംബസ്. യെസ്, എ പാരലലോഗ്രാം സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ ഇസ് എ റോംബസ്. അതൊരു വലിയ പ്രൂഫാണ്. നമ്മൾ ഏതോ ഒരു സെറ്റിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് ചെയ്താണ് 5-6 മിനിറ്റ് എടുത്ത് നമ്മൾ സോൾവ് ചെയ്തതാണ്. സോ എ പാരലലോഗ്രാം സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ എന്ന് പറയുന്നത് യെസ്, ഇറ്റ്സ് ട്രൂ. ഇറ്റ്സ് എ തിയറി ആയിട്ട് നിങ്ങൾ പഠിച്ചോ ഇതിൻ്റെ കേസിൽ. ബട്ട് ഇത് എന്താണ് പ്രൂവ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് വെറുതെ തിയറി എഴുതാൻ പറ്റില്ല. സോ ഇത് നമ്മൾ ഓൾറെഡി ഏതൊരു സെറ്റിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സെറ്റ് 2ലാണ്, സെറ്റ് 2ലെ പാർട്ട് 2ൽ നമ്മളിത് സോൾവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ നോക്കേണ്ടവർക്ക് അവിടെ ചെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ 20th ക്വസ്റ്റ്യൻ അത്ര വരെയുള്ള നമ്മളിന്ന് പാർട്ട് 1ൽ ചെയ്യുന്നത്. സെറ്റ് 3യുടെ പാർട്ട് 3ൽ നമ്മൾ അത്രയേ ഉള്ളൂ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് സെറ്റ് 2 ഉണ്ട്, അല്ല സെറ്റ് 3, സെറ്റ് 4, സെറ്റ് 5, സെറ്റ് 6 3 സെറ്റും കൂടി ഉണ്ട്. അല്ല, സെറ്റ് 3 കഴിഞ്ഞില്ലല്ലോ, ഇനിയൂടെ അല്ലേ 2 പാർട്ടും കൂടി ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 ഇത്രേ ഉള്ളൂ. നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഓക്കെ, ബൈ.